നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 6, പെരുവനം പൂരം. കാത്തിരിപ്പിനൊടുവിൽ മേളങ്ങളുടെ മേളമായ പൂരങ്ങളുടെ പൂരമായ പെരുവനം പൂരം. പെരുവനം നടവഴി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക. വൈകിട്ട് 4-4:30 വരെ ആ പെരുവനം നടവഴി ആൾക്കാരില്ലാത്ത ഒരു കാലിയായ ഒരു സ്ഥലമായിരിക്കാം. എന്നാൽ വൈകിട്ട് 4:30 കടലാശ്ശേരി പിഷാരിക്കൽ ഭഗവതിയുടെ പടിഞ്ഞാറോട്ട് കയറ്റത്തിന് പാഞ്ചാരി മേളത്തോടെ തുടക്കം കുറിക്കുകയാണ്. കുറെ കാലം പിഷാരിക്കൽ ഭഗവതിയുടെ ഈ പടിഞ്ഞാറോട്ട് കയറ്റം പാഞ്ചാരി മേളം ചടങ്ങുകൾ മാത്രമായിരുന്നു. ഇങ്ങനെ പൂരമായിട്ട് നടക്കാറില്ലായിരുന്നു. പിന്നീട് വീണ്ടും ഇപ്പോൾ ഒരു 10 കൊല്ലത്തിനിടയ്ക്കായിട്ടാണ് വീണ്ടും അത് തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ പിഷാരിക്കൽ ഭഗവതിയുടെ കയറ്റത്തിന് ശേഷം ആറാട്ടുപുഴ ശാസ്താവിന്റെ കിഴക്കോട്ട് ഇറക്കത്തിന് പാണ്ടിമേളത്തോടെ തുടക്കം കുറിക്കും. ശ്രീ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിലാണ് പാണ്ടിമേളം. പിന്നീട് രാത്രി, അതായത് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ രാത്രി 7 മണിക്ക് ചാത്തക്കുടം ശാസ്താവിന്റെയും തൊട്ടിപ്പാൾ ഭഗവതിയുടെയും പടിഞ്ഞാറോട്ട് കയറ്റത്തിന് പാഞ്ചാരിമേളം. ആ സമയത്ത് തന്നെ ആറാട്ടുപുഴ ശാസ്താവിന്റെ പൂരം ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടായിരിക്കും. ആ സമയം പെരുവന നടവഴിയിൽ നമ്മൾക്ക് സൂചി കുത്താൻ വരെ സ്ഥലമില്ലാത്ത അത്രത്തോളം തിരക്കായിരിക്കും. പിന്നീട് രാത്രി 10:30, അതായത് ഈ പൂരം കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആറാട്ടുപുഴ കല്ലേഴി മേടകുളം ശാസ്താക്കന്മാരുടെ പടിഞ്ഞാറോട്ട് കയറ്റത്തിന് പാഞ്ചാരിമേളം. രാത്രി 11 മണിക്ക് ഊരകത്തമ്മ തിരുവടിയുടെയും ചാത്തക്കുടം ശാസ്താവിന്റെയും പടിഞ്ഞാറോട്ട് കയറ്റത്തിന് പാഞ്ചാരിമേളം. ഊരകത്തമ്മ തിരുവടി സർവാഭരണ ഭൂഷിതയായിട്ടാണ് വരിക. സ്വർണ്ണ നെറ്റിപ്പട്ടം, സ്വർണ്ണക്കോലം, സ്വർണ്ണത്തിടമ്പ് എല്ലാം സർവാഭരണ ഭൂഷിതയായിട്ട് അവരൊന്ന് പ്രത്യേക ഭംഗിയുള്ളതാണ്. നിങ്ങൾ പൂരപ്രേമികൾ അത് ആസ്വദിക്കേണ്ടതാണ്. 7 ആന, മനോഹരമായ ആനക്കോപ്പുകൾ, സ്വർണ്ണക്കോലത്തുമ്മേ തെച്ചിപ്പൂ കൊണ്ടുള്ള ഉണ്ടമാല അണിഞ്ഞിരിക്കും. പുറത്ത് എൻ്റെ ഫ്രെയിമമ്മേ തെച്ചിപ്പൂമാല മാത്രമേ വാസ്തവത്തില് ഈ കോലത്തിന് ശോഭിക്കുള്ളൂ. രാത്രി അതന്നെ ഒരു വലിപ്പത്തിലധികമായാൽ മോശമാണ്. വല്ലാണ്ട കനുള്ള ഉണ്ടമാലകൾ ആയാൽ കോലത്തിന്റെ ഭംഗി കുറയും. അങ്ങനെയുള്ള ആ കോലം വാസ്തവത്തിൽ ഊരകത്തമ്മതിരിയുടെ കോലം പോലെ വേറെ ലോകത്തിലൊരു കോലം ഉണ്ടെന്ന് തോന്നുന്നില്ല എന്നാണ് പഴമക്കാർ പറയാറ്. പ്രത്യേകിച്ച് അതിന്റെ ഗോളക ഇങ്ങനെ ഉദിച്ചു കാണുന്ന ഗോളക, എല്ലാ അംഗങ്ങളും വേറെ വേറെ കാണുന്ന ഗോളക വേറെ ഇല്ല. അതുമാതിരി കോലത്തിന്റെ ആകൃതി വളരെ മനോഹരമായിട്ടുള്ള ആകൃതിയാണ്. അധികം നീണ്ടിട്ടുമല്ല, അധികം പരന്നിട്ടുമല്ല, പാകത്തിന് ആനയുടെ മസ്തകത്തിന് യോജിച്ചിട്ടുള്ള വലിപ്പം. അങ്ങനെയുള്ള കോലം വളരെ വളരെ അപൂർവമാണ്, ഇല്ല എന്ന് തന്നെ പറയാം. അതുമാതിരി സ്വർണം കൊണ്ടുള്ള തലക്കെട്ട്. വാസ്തവത്തിൽ പണ്ട് 7 ആനയ്ക്കും സ്വർണം കൊണ്ടുള്ള തലക്കെട്ടായിരുന്നു. അത് കൊച്ചി മഹാരാജാവ് വലിയ തമ്പുരാൻ 6 തലക്കെട്ടും കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു. ഷൊർണൂരിൽ നിന്ന് കൊച്ചി വരെയുള്ള തീവണ്ടിപ്പാത റെയിൽ ഉണ്ടാക്കാൻ ആ തലക്കെട്ട് ഉപയോഗിച്ചു എന്നാണ് കേട്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു സ്വർണ്ണ തലക്കെട്ടും ഒരു സ്വർണ്ണക്കോലവും മാത്രമാണുള്ളത്. ബാക്കിയുള്ള തലക്കെട്ടൊക്കെ പുതുപുത്തനാവും മുക്കിയിട്ട്. സ്വർണം പോലെ തന്നെ ആണ്, പുത്തൻ ആണെന്ന് തോന്നും. എന്ന് വെച്ചാൽ അതിന്റെ കച്ചയും പൊടുപ്പും ഒക്കെ മാറിക്കൊണ്ട് വളരെ ഭംഗിയായിട്ടിരിക്കും. അങ്ങനെയുള്ള തലക്കെട്ട്. അതുമാതിരി പെഞ്ചാമര, ആലവട്ടം, കുട മുഴുവൻ 7 കുടയും ചുവന്ന കുടകളാ. ചാപ്പ ഭഗവതിയാണ്
പെരുവനം പൂരത്തിൽ അവസാനമായി പങ്കെടുക്കുന്നത്. അയൻകുളങ്ങര സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ അടുത്തു നിന്ന് രാത്രി ദേവി പഞ്ചവാദ്യത്തോടെ, രാത്രി 11:30 ആരംഭിക്കുന്ന പഞ്ചവാദ്യത്തോടെ ദേവി എഴുന്നള്ളുന്നു. 3 ആനകളുടെ അകമ്പടിയോടെയാണ് ഘോഷയാത്ര. അങ്ങനെ പതുക്കെ ഏകദേശം ഒരു 3 മണിയോടെ, പുലർച്ചെ 3 മണിയോടെ പഞ്ചവാദ്യം അവസാനിക്കുകയും തുടർന്ന് പാണ്ടിമേളം ആരംഭിക്കുകയും പാണ്ടിമേളത്തിന്റെ ഘോഷയാത്ര ഗോപുരത്തിലൂടെ പെരുവനം ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നു. 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പാണ്ടിമേളമാണ്. ആ സമയത്ത് പൂരം നടത്താൻ ആഗ്രഹിക്കുന്ന മറ്റേതെങ്കിലും ക്ഷേത്രങ്ങളുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ആചാരമുണ്ട്. കാരണം ചാപ്പ ഭഗവതിയാണ് അവസാനമായിട്ട് പൂരം നടത്തേണ്ടത്. അതുകൊണ്ടാണ് ആ ചോദ്യത്തിന്റെ പ്രശസ്തി ഉള്ളത്. ഈ സമയത്ത് അയൻകുന്ന് ഭഗവതി ഘോഷയാത്രയിൽ ചേരുന്നു. ഓരോ ആനപ്പുറത്തിരുന്ന് 2 ദേവകളും മറ്റു 5 ആനകളും ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്തേക്ക് നീങ്ങുന്നു. പ്രശസ്തമായ പാഞ്ചാരി മേളമാണ്. പുലർച്ചെ 4 മണിക്ക് പൂരം ആരംഭിക്കുന്നു. 1 മണിക്കൂറോളം കഴിഞ്ഞ് ഘോഷയാത്ര കിഴക്കോട്ട് ദർശനമുള്ള നടപ്പാതയിലേക്ക് നീങ്ങുന്നു. രാവിലെ 8 മണി വരെ നീണ്ടു നിൽക്കുന്ന ഒരു പൂരമാണ് അത്.